പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അടുത്തതായി നമുക്ക് ഡയമെൻഷൻ്റെ അപ്ലിക്കേഷൻസ് ഓരോന്നായി പരിചയപ്പെടാം. അവസാനത്തെ ക്ലാസ്സിൽ ഡയമെൻഷൻ്റെ ഒരു അപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. ആ അപ്ലിക്കേഷനാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡയമെൻഷൻ എന്താണെന്നും ഡയമെൻഷണൽ ഇക്വേഷൻ എന്താണെന്നും നിങ്ങൾക്ക് അറിയാം. ആ ഡയമെൻഷണൽ ഇക്വേഷൻ്റെ അപ്ലിക്കേഷൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻ. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് ഡയമെൻഷനെ കൊണ്ട് സാധിക്കും. അത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഡയമെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളിന്റെ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. കഴിഞ്ഞ വിക്ടേഴ്സ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത പറഞ്ഞിരുന്നു. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയോട് അതേ ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ മാത്രമേ കൂട്ടാനോ കുറയ്ക്കാനോ പാടുള്ളൂ. ഇപ്പൊ 20 മീറ്റർ പ്ലസ് 30 മീറ്റർ രണ്ടും ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ 50 മീറ്റർ ഉത്തരം. ഒരേ ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ആഡ് ചെയ്തത്. അതേസമയം 20 കിലോഗ്രാം കൂട്ടണം 30 മീറ്റർ നിങ്ങളോട് കൂട്ടാൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. കാരണം അത് രണ്ട് തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ്. അതുകൊണ്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയോട് പ്ലസ് ഇട്ടിട്ടോ മൈനസ് ഇട്ടിട്ടോ വരുന്നുണ്ടെങ്കിൽ അത് അതേ ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും. മനസ്സിലായല്ലോ? അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത്. ഈ പ്രിൻസിപ്പിൾ നമ്മളോട് പറയുന്നത്, ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ഡയമെൻഷൻ പ്രകാരം കറക്റ്റ് ആയിരിക്കണമെങ്കിൽ ആ ഇക്വേഷന്റെ വലതുഭാഗത്തും RHS എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക, ഇടതുഭാഗത്തും LHS എന്നാണ് നമ്മൾ വിളിക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് തുല്യമായ ഡയമെൻഷൻസ് ആയിരിക്കണം. ഒന്നുകൂടെ പറയുന്നു, ഒരു ഇക്വേഷൻ ഡയമെൻഷൻ പ്രകാരം ശരിയായിരിക്കണമെങ്കിൽ ഇക്വേഷന്റെ വലതുഭാഗത്ത് വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികളും ഇടതുഭാഗത്ത് വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. മറക്കരുത്. അതുകൊണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാം. ഒരു ഇക്വേഷൻ ഡയമെൻഷൻ പ്രകാരം കറക്റ്റ് ആയിരിക്കണമെങ്കിൽ ഡയമെൻഷൻ ഓഫ് LHS left hand side will be equal to dimension of RHS. ഇത് ഈക്വൽ ആണെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷൻ പ്രകാരം ശരിയാണ്. പ്രത്യേകം പറയുന്നു, ഡയമെൻഷൻ പ്രകാരം ശരിയാണ്. കാരണം കോൺസ്റ്റന്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡയമെൻഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കോൺസ്റ്റന്റുകളൊക്കെ ഒഴിച്ചുള്ള ബാക്കി കാര്യമാണ് പറഞ്ഞത്. ഡയമെൻഷൻ പ്രകാരം ഇക്വേഷൻ ശരിയായിരിക്കും. ഇങ്ങനെ വന്നിട്ടില്ലെങ്കിലോ അത് ഡയമെൻഷൻ പ്രകാരം തെറ്റായ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഇക്വേഷൻ ആയിരിക്കും. അപ്പൊ ഈ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഡയമെൻഷൻ പ്രകാരം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. അതിന് സഹായിക്കുന്ന പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എനിക്ക് ഇങ്ങനെ പറയാം: an equation is dimensionally correct only if dimension of LHS of that equation will be equal to dimension of RHS. ശരിയായല്ലോ? ഡയമെൻഷൻ ഓഫ് LHS ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS ആണെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ്, അതല്ലെങ്കിലോ ഡയമെൻഷനലി റോങ് ആയിരിക്കും. നമുക്കൊരു ഇക്വേഷൻ ഏറ്റവും എളുപ്പത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. V സമം U പ്ലസ് AT. ഇത് ചെക്ക് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ ചെക്ക് ദിസ് ഇക്വേഷൻ V ഈക്വൽ ടു U പ്ലസ് AT. എങ്ങനെയാണ് ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നത്? ഇത് ശരിയായ ഇക്വേഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാട്ടോ. ഡയമെൻഷൻ പ്രകാരം ഒന്ന് കറക്റ്റ് ചെയ്താൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അപ്ലിക്കേഷൻ തുടങ്ങേണ്ടത് ആദ്യം ഇക്വേഷന്റെ ഇടത് ഭാഗത്ത് വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതിയിട്ടാണ്.
അത് എഴുതുക എങ്ങനെയാണ്? ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി v ഈക്വൽ ടു വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? L(t⁻⁻1). സമത്തിന്റെ അപ്പുറത്തേക്ക് പോയി. ഇവിടെ രണ്ട് ടേമുകൾ ഉണ്ട്. കാരണം പ്ലസോ മൈനസോ ഇട്ട് വരുന്ന ആളുകളാണ് ടേം എന്ന് വിളിക്കുക. അപ്പൊ യു എന്ന് കഴിഞ്ഞ് പ്ലസ് വന്നു, അടുത്ത ടേം ഒരുമിച്ചാണ് AT. ഗുണനം വന്നു കഴിഞ്ഞാൽ ടേം ആയിട്ട് എടുക്കില്ല. അപ്പൊ ഇതൊരു ടേമാണ്, AT ഒരു ടേമാണ്. ഇപ്പൊ ഡയമെൻഷൻ പറയുമ്പോൾ അടുത്തത് എഴുതുക ഡയമെൻഷൻ ഓഫ് യു. എന്താ യു എന്ന് പറഞ്ഞാൽ? ഇനീഷ്യൽ വെലോസിറ്റി ആണ്, അതും വെലോസിറ്റി ആണ്. അപ്പൊ ഡയമെൻഷൻ വീണ്ടും തന്നെയാണ് L(t⁻⁻1). അടുത്ത ആള് എയും ഉണ്ട് ടിയും ഉണ്ട്, ഒരുമിച്ച് പറയണം. അപ്പൊ അടുത്ത ലൈൻ ഡയമെൻഷൻ ഓഫ് AT. എന്താ AT? അതിൽ A ആക്സിലറേഷൻ ആണ്, T ടൈം ആണ്. അപ്പൊ രണ്ടും കൂടി എഴുതിയാൽ ആക്സിലറേഷന്റെ ഡയമെൻഷൻ L(t⁻⁻2) ഇൻറ്റു ടൈം T. T എന്നിട്ട് കാത എത്രയാ? 1 ആണ്. അപ്പൊ t⁻⁻2 ഇൻറ്റു T കാതം 1 -2 കൂട്ടണം 1 -1. സോ യു ഗെറ്റ് L(t⁻⁻1). അപ്പൊ മൂന്നാളുടെയായി. നമുക്ക് ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. യു ഗെറ്റ് L(t⁻⁻1) is equal to L(t⁻⁻1) plus L(t⁻⁻1). അപ്പൊ ഡയമെൻഷന്റെ ഇടതുഭാഗത്ത് ഇക്വേഷന്റെ ഇടതുഭാഗത്തും ഡയമെൻഷൻ L(t⁻⁻1), വലതുഭാഗത്ത് വരുന്ന ഓരോ ടൈമിന്റെയും ഡയമെൻഷൻ എന്താണ്? L(t⁻⁻1) ആണ്. അല്ലാതെ രണ്ട് ഡയമെൻഷൻ L(t⁻⁻1) എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. ഈച്ച് ആൻഡ് എവരി ടേം possess same dimension. Dimension of LHS equal to dimension of RHS. നമ്മുടെ പ്രിൻസിപ്പിൾ പ്രകാരം, ഈ പ്രിൻസിപ്പിൾ പ്രകാരം അപ്പൊ ഡയമെൻഷൻ ഇക്വേഷൻ എന്തായിരിക്കണം? That equation will be dimensionally correct. So I can write this equation is dimensionally correct. ശരിയായോ? ഇങ്ങനെയാണ് ഡയമെൻഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നത്. ഇനി നമുക്ക് എക്സാമ്പിളുകൾ ഉണ്ട്. ഓരോ എക്സാമ്പിളുകളായിട്ട് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് അടുത്തതായി നിങ്ങൾക്ക് ഡയമെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ, ചില കോൺസ്റ്റന്റുകളുടെ യൂണിറ്റ് കണ്ടെത്താനും കൂടി ഇതേ ആപ്ലിക്കേഷനിൽ ചോദിക്കാറുണ്ട്. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. അങ്ങനെ ഒരു ഇക്വേഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആ ഇക്വേഷൻ. P plus F/v² into v minus b is equal to RT. Find the units of constant A and B. എയുടെയും ബിയുടെയും യൂണിറ്റുകൾ കണ്ടെത്തുക, എയുടെയും ബിയുടെയും ഡയമെൻഷനുകളും കണ്ടെത്തുക. രണ്ടും നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് അത് എടുക്കുന്നത് എന്നുള്ളതാണ്. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷനിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുടെ വേറൊരു ഭാഗം കൂടിയാണ് ഈ ഇക്വേഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ എയും ബിയും വിളിക്കുന്ന പേര് വാൻഡർവാൾസ് കോൺസ്റ്റന്റ് എന്നാണ്. കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണിത്. വാൻഡർവാൾസ് ഇക്വേഷൻ എന്നാണ് ഇതിനെ വിളിക്കുക. PV = nRT എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് മാറ്റം വരുത്തിക്കൊണ്ട് റിയൽ ഗ്യാസുകളുടെ ഇക്വേഷനാണ്. അപ്പൊ ഇതിൽ P പ്രഷറാണ്, V വോളിയമാണ്, A കോൺസ്റ്റന്റ് ആണ്. V വോളിയമാണ്, B ഒരു കോൺസ്റ്റന്റ് ആണ്. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എയുടെയും ബിയുടെയും ഡയമെൻഷൻ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ്. ഇതിൽ P എന്ന് പറയുന്നത് പ്രഷർ ആയതുകൊണ്ട് പ്രഷറിനോട് കൂടി കൂട്ടേണ്ടത് പ്രഷറിന്റെ അതേ ഡയമെൻഷൻ വരുന്ന ആളായിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയിൽ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് A/v² ഡയമെൻഷൻ എന്ന് പറയുന്നത് പ്രഷറിന്റെ അതേ ഡയമെൻഷൻ ആണ്. അപ്പൊ എനിക്ക് എഴുതാം ഡയമെൻഷൻ ഓഫ് A/v² സമം എന്തിന്റെ ഡയമെൻഷൻ വരണം? അത് പ്രഷറിനോട് കൂടി കൂട്ടിയ ആളായതുകൊണ്ട് പ്രഷറിന്റെ ഡയമെൻഷൻ വന്നിരിക്കണം. പ്രഷറിന്റെ ഡയമെൻഷൻ എന്താ? ഫോഴ്സ് ബൈ ഏരിയ വെച്ചുകൊണ്ട് M(L⁻⁻1 T⁻⁻2) ഇതായിരിക്കും. മനസ്സിലായല്ലോ? നമുക്ക് A മാത്രമേ വേണ്ടുള്ളൂ. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് കോൺസ്റ്റന്റ് A എന്നാണ് ചോദിച്ചത്. സോ A ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് A ഈക്വൽ ടു M(L⁻⁻1 T⁻⁻2) ഇൻറ്റു വോള്യത്തിന്റെ സ്ക്വയർ റൈറ്റ് സൈഡിലേക്ക് വരും.
ന്യൂമറേറ്ററിലേക്ക് വരും. വോള്യത്തിന്റെ സ്ക്വയർ വന്നാൽ വി സ്ക്വയർ എന്ന് വരും. വി സ്ക്വയറിൽ വിയുടെ ഡയമെൻഷൻ എന്താ? എൽ ക്യൂബ്. അപ്പൊ വി സ്ക്വയർ എന്നുള്ളത് എങ്ങനെ എഴുതാം? എൽ ക്യൂബ് ഹോൾ സ്ക്വയർ. So I can write it is m l raised to minus 1 t raised to minus 2 into l cube whole square, l to the power 6. l ന്റെ ഘാതം 6, l ന്റെ ഘാതം -1. -1 കൂട്ടണം 6 പ്ലസ് 5 വരും. അപ്പൊ എന്താ വരിക? m l ഘാതം 5 t ഘാതം -2 is the dimension of constant a. മനസ്സിലായല്ലോ? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നേരിട്ട് യൂണിറ്റും പറയാട്ടോ. കാരണം m l raised to 5 t raised to -2 ആണ്. എങ്ങനെയാണ് എയുടെ യൂണിറ്റ് പറയുന്നതെന്നും കൂടി നോക്കിക്കോളൂ. എയുടെ യൂണിറ്റ് ഓഫ് a ഈക്വൽ ടു m. m എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാവണം? മാസ് ആവണം. മാസ് ആണെങ്കിൽ യൂണിറ്റ് എന്താ വരേണ്ടത്? കിലോഗ്രാം. l ലെങ്ത് ആണ്. ലെങ്ത് ആണെങ്കിൽ യൂണിറ്റ് എന്ത് വരണം? മീറ്റർ. l ഘാതം 5, അപ്പൊ മീറ്റർ ഘാതം 5. അടുത്തത് t, ടൈം ആണ്. ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ് ആണ്. t raised to -2, സെക്കൻഡ് raised to -2. അപ്പൊ യൂണിറ്റ് ഓഫ് a കിട്ടി, ഡയമെൻഷൻ ഓഫ് a കിട്ടി. യൂസിങ് ഡയമെൻഷൻ you can find dimension of certain constants and their units. ഓക്കെ ആണല്ലോ? അടുത്ത ടേം നോക്കുക. v minus b is equal to rt ആണ്. v minus b യിൽ v വോള്യമാണ്. വോള്യത്തിൽ നിന്നാണ് b എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കുറച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരാൾ കുറയ്ക്കണമെങ്കിൽ ആ കുറയ്ക്കുന്ന ആളുടെ ഡയമെൻഷൻ എന്താവണം? വോള്യത്തിന്റെ ഡയമെൻഷൻ ആവണം. സോ ഐ ക്യാൻ റൈറ്റ് ഡയമെൻഷൻ ഓഫ് b is equal to വോള്യത്തിന്റെ അതേ ഡയമെൻഷൻ ആവണം. സോ ഇറ്റ് ഈസ് എൽ ക്യൂബ്. കാരണം വോള്യത്തിന്റെ ഡയമെൻഷൻ എന്താണ്? എൽ ക്യൂബ് ആണ്. നേരിട്ട് കിട്ടി ബിയുടെ ഡയമെൻഷൻ. ബിയുടെ യൂണിറ്റ് എന്താ? യൂണിറ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു എൽ നീളം. സോ ഇറ്റ് ഈസ് മീറ്റർ ക്യൂബ്. ശരിയായല്ലോ? ഇപ്പൊ നിങ്ങൾക്ക് വാൻഡർവാൽസ് ഇക്വേഷനില് വാൻഡർവാൽസ് കോൺസ്റ്റന്റ് ആയ എയുടെയും ബിയുടെയും ഡയമെൻഷനും കിട്ടി, യൂണിറ്റും കിട്ടി. ഓക്കെ, അടുത്ത ചെക്ക് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നോക്കാം. വളരെ ഫേമസ് ആയ ഇക്വേഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ എന്ന് പറയും. x is equal to v0 t plus half at square. ഇതിൽ x ഡിസ്പ്ലേസ്മെന്റ് ആണ്, v0 ഇനീഷ്യൽ വെലോസിറ്റി ആണ്, t ടൈം ആണ്, half a ആക്സിലറേഷൻ ആണ്, t സ്ക്വയർ t ടൈം തന്നെയാണ്. ഇതാണ് ഇതിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് പരിശോധിച്ച് കൊടുക്കണം. യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് homogeneity. What is principle of homogeneity? An equation is dimensionally correct only if dimension of LHS equal to dimension of RHS. ഇടത് ഭാഗത്തും വലതു ഭാഗത്തും ഒരേ ഡയമെൻഷൻ വരണം, എങ്കിൽ ആ ഇക്വേഷൻ എന്തായി? ശരിയായി. അപ്പൊ നമുക്ക് ഓരോ ടേമുകളായിട്ട് ഡയമെൻഷൻ കണ്ടു നോക്കാം. ആദ്യത്തെ ആൾ x ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ഡയമെൻഷൻ ഓഫ് x is equal to, what is x? X is a displacement, so its dimension is L. Next line, dimension of v0t. കാരണം പ്ലസ് കഴിഞ്ഞ് മുന്നുള്ളത് ഇതും ഒരു ടേം ആണ്, പ്ലസ് കഴിഞ്ഞിട്ട് വരുന്ന ഹാഫ് a t സ്ക്വയറും ഒരു ടേം ആണ്. ഇനി രണ്ടാളേ ഉള്ളൂ. അപ്പോൾ സോ ഐ ക്യാൻ റൈറ്റ് ഡയമെൻഷൻ ഓഫ് v0t is equal to, what is v0? It is velocity. Velocity dimension is lt raised to -1 into time. So it is t raised to 1. t എന്ന് മാത്രമേ എഴുതാറുള്ളൂ. -1 കൂട്ടണം +1 എത്രയാ? 0. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് L t raised to 0. ഒരാളുടെ പവർ 0 വന്ന അർത്ഥം എത്രയാ? 1 എന്നാണ്. അപ്പൊ അത് ഒഴിവായി. സോ ഐ റൈറ്റ് ഡയമെൻഷൻ ഓഫ് v0t is L. ഈ മൂന്നാമത്തെ ആൾ ആരാണത്? ഹാഫ് a t സ്ക്വയർ. സോ ഐ ക്യാൻ റൈറ്റ് ഡയമെൻഷൻ ഓഫ് ഹാഫ് a t സ്ക്വയർ. ഹാഫ് a t സ്ക്വയർ, ഹാഫ് ഈസ് എ നമ്പർ. നമ്പറുകൾക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അത് ഒഴിവാക്കി പിടിച്ചോളൂ. ഇതാണ് ഡയമെൻഷന്റെ ഒരു പരാജയം. ഇങ്ങനത്തെ വിലകൾ വന്ന ഡയമെൻഷനെ കൊണ്ട് ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് എന്ന് മാത്രമേ പറയുള്ളൂ. 100% കറക്റ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ വിലകൾ വന്നാൽ ഡയമെൻഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹാഫ് a t സ്ക്വയറിൽ ഹാഫിനെ ഒഴിവാക്കി. ബാക്കിയുള്ളത് എന്താണ്? ആക്സിലറേഷൻ. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ. lt raised to -2 into ടൈം t. അതിന് സ്ക്വയർ ഉണ്ട്, അപ്പൊ t സ്ക്വയർ.
ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി കാതം 2 മൈനസ് 2 കൂട്ടണം പ്ലസ് 2 0 സെയിം ആൻസർ എൽ ടി റേസ് ടു 0 ടി റേസ് ടു 0 1 ആയതുകൊണ്ട് എൽ. അപ്പൊ 3 ടേമുകളുടെ ഡയമെൻഷൻ ആയി. Put this values in our equation. You get L is equal to L plus L. ഇടത് ഭാഗത്തെ ഡയമെൻഷൻ എന്താ? L. വലതു ഭാഗത്തെ ഡയമെൻഷൻ എന്താ? Again L. L plus L എന്ന് പറഞ്ഞാൽ എല്ലാ ടേമുകളുടെ ഡയമെൻഷൻ എന്താണെന്ന് അർത്ഥം? L ആണെന്നാണ് അർത്ഥം. So dimension of LHS is equal to dimension of RHS. എനിക്ക് ഇങ്ങനെ എഴുതാം, dimension of LHS equal to dimension of RHS. So the equation is dimensionally correct. ഇതാണ് ചെയ്തു പോകേണ്ട രീതി. മനസ്സിലായല്ലോ? ഇക്വേഷന് ഇതുപോലെ എടുത്ത് എഴുതുക, ഡയമെൻഷൻ കൊടുത്തിട്ട് എൽ എച്ച് എസും ആർ എച്ച് എസും ഒരേ ഡയമെൻഷൻ ആണോ നോക്കുക. ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ് താഴെ എഴുതും. സോ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഇതൊക്കെയായി തന്നിരിക്കുന്നു. ചെക്ക് ദ ഇക്വേഷൻ ടി സമം 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. സിമ്പിൾ പെൻഡലത്തിന്റെ ടൈം പീരീഡ് കണ്ടെത്തുന്ന ഒരു ഇക്വേഷൻ ആണിത്. ഇതിൽ ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ആക്സിലറേഷൻ ആണ്. 2 പൈ ഈസ് എ കോൺസ്റ്റന്റ്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്തോ. എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരം ഓരോ ടേമിന്റെ എടുത്ത് എഴുതണം. ഇവിടെ എത്ര ടേം ഉണ്ട്? ഇവിടെ ടി എന്ന് പറഞ്ഞ ടേം ഇക്വേഷന്റെ ഇടത് ഭാഗത്തുണ്ട്. 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. വേറെ ഒരു ടേം ഇല്ല ട്ടാ, കാരണം അപ്പുറത്തൊരു പ്ലസോ മൈനസോ ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് എഴുതാം, ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, ഡയമെൻഷൻ ഓഫ് ടി, ടൈം പീരീഡ്. ടൈം അല്ലേ? അപ്പൊ ഇത് ക്യാപിറ്റൽ ടി ആണെങ്കിൽ നമ്മുടെ ഡയമെൻഷൻ എന്തെന്നെയാണ് വരുന്നത്? ക്യാപിറ്റൽ ടി. ഇത് സ്മോൾ ലെറ്റർ ടി ആയിട്ട് എഴുതാട്ടോ. എന്തൊക്കെ തന്നെ ഇത് ഉദ്ദേശിക്കുന്നത് ടൈം ആയതുകൊണ്ട് ഡയമെൻഷൻ എന്തായി? ക്യാപിറ്റൽ ടി. അടുത്ത ലൈൻ, ഇതിന്റെ മൊത്തം ഡയമെൻഷൻ, dimension of 2 pi into root of L by G. 2 pi ക്ക് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല, ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. റൂട്ട് ഓഫ് എൽ ബൈ ജി അതാണ് നോക്കേണ്ടത്. അപ്പൊ റൂട്ട് ഇട്ടു, എൽ ലെങ്ത് ക്യാപിറ്റൽ എൽ, സ്മോൾ ലെറ്റർ എൽ ഡയമെൻഷൻ പ്രകാരം എന്തായി? ക്യാപിറ്റൽ ജി. എൽ ടി റേസ് ടു മൈനസ് 2, കാരണം അതൊരു ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഡയമെൻഷൻ അതാണ്. എൽ വെട്ടിപ്പോയി, ടി റേസ് ടു മൈനസ് 2 ന്യൂമറേറ്ററിലേക്ക് വന്ന റൂട്ടിന്റെ ഉള്ളിൽ ടി സ്ക്വയർ എന്ന് വരും. മൈനസ് പ്ലസ് ആയി ന്യൂമറേറ്ററിലേക്ക് പോകും. ടി സ്ക്വയറിന്റെ റൂട്ട് എന്താ? ടി ആണ്. സോ യു ഗെറ്റ് ദ ആൻസർ, ഡയമെൻഷൻ ഓഫ് റൂട്ട് ഓഫ് എൽ ബൈ ജി ഈസ്. നേരെ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുത്തു. ഇതിന്റെ ഇക്വേഷൻ ചെയ്താൽ, പുട്ട് ദിസ് വാല്യൂസ് ഇൻ അവർ ഇക്വേഷൻ, യു ഗെറ്റ് ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. എന്താ എഴുതേണ്ടത്? ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ്. Dimension of LHS is equal to dimension of RHS. So the equation is dimensionally correct. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന്. അടുത്തതായിട്ടുള്ള ഇക്വേഷൻ നോക്കാം. Fx is equal to PV, where F is force, x is displacement, P is pressure and V is volume. എന്താണ് ഇത് പ്രകാരമുള്ള ഇക്വേഷൻ നോക്കാം. ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇത് പ്രകാരം. അപ്പൊ ആദ്യത്തെ ഇവിടെ എത്ര ടേം ഉണ്ട്? ഇവിടെ 2 ടേം ഉണ്ട്. ഒന്ന് എഫ് എക്സ്, ഒന്ന് പി വി ആണ്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആദ്യത്തെ ആൾ എന്ത് എഴുതാ? ഡയമെൻഷൻ ഓഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു, എഫ് ഫോഴ്സ് ആയതുകൊണ്ട് ഡയമെൻഷൻ എന്തായി? എം എൽ ടി റേസ് ടു മൈനസ് 2 into x displacement. So it is L. So result is m L square t raised to minus 2. Okay ആണല്ലോ. അടുത്ത ആള് പ്രഷർ ഇൻറ്റു വോളിയം. അപ്പൊ അടുത്ത ലൈൻ, ഡയമെൻഷൻ ഓഫ് പി വി is equal to, പ്രഷറിന്റെ ഡയമെൻഷൻ എന്താ? എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു വോളിയത്തിന്റെ ഡയമെൻഷൻ എൽ ക്യൂബ്. എൽ ക്യൂബ് എൽ റേസ് ടു മൈനസ് 1 മൈനസ് 1 കൂട്ടണം 3, എത്ര ബാക്കി വരിക? പ്ലസ് 2. സോ ഇറ്റ് ഈസ് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. രണ്ടിന്റെ ഒരേ ഡയമെൻഷനാ. പുട്ട് ദിസ് വാല്യൂസ് ഇൻ അവർ ഇക്വേഷൻ, യു ഗെറ്റ് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 is equal to എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. Dimension of LHS equal to dimension of RHS. So that equation is dimensionally
കറക്റ്റ്. ഓക്കെ ആണല്ലോ. നമുക്ക് ഈ ഇക്വേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. വെലോസിറ്റി v is equal to root of gm/r. ഇത് സാറ്റലൈറ്റ് ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് v is equal to root of gm/r എന്നുള്ളത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. v വെലോസിറ്റി, g ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, m മാസ്, r റേഡിയസ് ആണ്. അപ്പോൾ അവിടെ ടേമുകളുടെ ഡയമെൻഷൻ എടുത്ത് എഴുതുകയാണെങ്കിൽ ആദ്യത്തെ ആള് ഡയമെൻഷൻ ഓഫ് v is equal to lt raised to -1. അടുത്ത ടേം dimension of root of gm/r is equal to root gm. ജിയുടെ ഡയമെൻഷൻ ഞാൻ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഇല്ലെങ്കിൽ ന്യൂട്ടന്റെ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടെത്താം. ഇതാണ് ജിയുടെ ഡയമെൻഷൻ, m raised to -1 l cube t raised to -2 into mass m divided by radius r. ഡയമെൻഷൻ എന്താ വരിക? ലെങ്ത് അല്ലേ. m raised to -1 m raised to 1 രണ്ടും പോയി. -1 കൂട്ടണം -1 0, m കാതം 0 1 ആയി. പിന്നെ ബാക്കിയുള്ളത് റൂട്ടിന്റെ ഉള്ളിൽ l ക്യൂബ് t raised to -2 divided by l ആണ്. നമുക്ക് ഡിനോമിനേറ്ററിലെ l നെ മുകളിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ വരുന്നത് റൂട്ടിന്റെ ഉള്ളിൽ l ക്യൂബ് t raised to -2 അതേപോലെ ഉണ്ട് ഇൻറ്റു l കാതം -1. ഇനി എങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നോക്കൂ, റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതുക, എക്സ് കാതം 1/2. റൂട്ട് ഓഫ് എക്സ് ക്യൂബ് എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതുക, എക്സ് ക്യൂബ് അതിന്റെ പവർ 1/2. പവർ 1/2 ഇട്ടാ റൂട്ടിന്റെ ഉള്ളിൽ നിന്നാണ് അർത്ഥം, മനസ്സിലായല്ലോ. അതുകൊണ്ട് എക്സ് ക്യൂബ് 1/2നെ പവറിന്റെ പവർ വന്നാൽ ഗുണിച്ചിടണം. അതുകൊണ്ട് റൂട്ട് ഓഫ് എക്സ് ക്യൂബ് എഴുതുക എക്സ് കാതം 3/2 എന്നാണ്. ഇതേപോലെ നമുക്ക് നമ്മുടെ ഇക്വേഷനിലെ ആളുകളെ മാറ്റി എഴുതാം. ഇവിടെ റൂട്ടിന്റെ ഉള്ളിൽ എൽ ക്യൂബ് t raised to -2. അപ്പൊ റൂട്ട് ഒഴിവാക്കിയാൽ എൽ ക്യൂബിന് 1/2 കൊണ്ട് പവറിനെ ഗുണിക്കണം. അപ്പൊ എൽ കാതം 3/2 ഇവിടെ വന്നതുപോലെ ഇൻറ്റു ടി കാതം -2/2 1/2 ഇൻറ്റു ചെയ്യുമ്പോൾ -2/2 എത്രയായി പോയി? 1 ആയിട്ട് പോയി. എൽ കാതം 3/2, എൽ കാതം -1 3/2 എന്ന് പറഞ്ഞാൽ 1.5 1.5 പ്ലസ് 1.5 -1 ബാക്കി എത്ര അര ഉണ്ടാവും. അപ്പൊ എൽ കാതം 3/2 എത്രയായിട്ട് മാറി? 3/2 നിന്ന് 1 കുറച്ചപ്പോ ബാക്കി എത്രയേ ഉള്ളൂ? അര. എൽ കാതം 1/2 ഇൻറ്റു 2/2 1 ആയി പോയി t raised to -1. അപ്പൊ നിങ്ങൾക്ക് റൂട്ട് gm/r ഡയമെൻഷൻ കിട്ടുന്നത് എൽ കാതം 1/2 t raised to -1 എന്നാണ്. മനസ്സിലായല്ലോ. രണ്ടും നേരിട്ട് കൊണ്ടുപോയി ഇക്വേഷനിൽ കൊടുക്കാം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ കൊടുത്തു എൽ t raised to -1 ഈക്വൽ ടു റൂട്ട് gm/r ഡയമെൻഷൻ എൽ കാതം 1/2 t raised to -1. രണ്ടും സെയിം ആണോ? അല്ല. അപ്പൊ ഞാൻ ഇതേ സമത്തിന് ഒരു വെട്ടിട്ടു, നോട്ട് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് LHS നോട്ട് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. രണ്ടും തുല്യമാണെങ്കിൽ മാത്രമേ ഇക്വേഷൻ എന്താവുള്ളൂ? ശരിയാവുള്ളൂ. ഇത് രണ്ടും തുല്യമല്ല. സോ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി റോങ്. നമ്മൾ ചെയ്തു വന്ന ഇക്വേഷനിലൊക്കെ ഡയമെൻഷനലി കറക്റ്റ് ആയിരുന്നെങ്കിൽ ഇതെന്ത് ഇക്വേഷൻ ആണ്? ഇത് ഡയമെൻഷൻ പ്രകാരം തെറ്റായിട്ടുള്ള സമവാക്യമാണ്. അടുത്തതായി നമുക്ക് ഒരു ലോഡഡ് സ്പ്രിംഗിന്റെ ഓസിലേഷന്റെ ഫ്രീക്വൻസി കണ്ടെത്തുന്ന ഒരു സമവാക്യമുണ്ട്. F is equal to 2π × root of k/m. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. രണ്ട് ടേം ആണുള്ളത്, ഒന്ന് എഫ് ഫ്രീക്വൻസി, ഒന്ന് 2π × root of k/m. അപ്പൊ ആദ്യത്തെ ടേം എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് ഫ്രീക്വൻസി F is equal to t raised to -1. അടുത്ത ടേം dimension of 2π × root of k/m is equal to 2π ക്ക് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. റൂട്ട് k/m നോക്കിയാൽ മതി. k ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. നിങ്ങൾക്ക് പരിചയത്തിന് വേണ്ടി ഞാൻ സൈഡിൽ അത് എഴുതിയിട്ടുണ്ട്. mt raised to -2 ആണ്. അപ്പൊ റൂട്ടിന്റെ ഉള്ളിൽ mt raised to -2 ബൈ സ്മോൾ ലെറ്റർ m ന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ m ഗെറ്റ് ക്യാൻസൽ t raised to -2 റൂട്ടിന്റെ ഉള്ളിലാണ്. അപ്പൊ റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോ എത്രയായി? t raised to -1. So I can write
t raised to minus 1 is equal to t raised to minus 1. Dimension of LHS equal to dimension of RHS. So the equation is dimensionally correct. ഇപ്പൊ കുറെ എക്സാമ്പിളുകളായി ഒന്നും കൂടെ ഞാൻ പറഞ്ഞ അടുത്ത ഇക്വേഷൻ നോക്കാം. ഇതോടുകൂടി ഈ അപ്ലിക്കേഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചെക്ക് ദ ഇക്വേഷൻ h is equal to v square sin square theta by 2g. പ്രൊജക്ടൈൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇക്വേഷൻ പരിചയപ്പെടും. എന്തായാലും ഇപ്പൊ ഇത് ഒന്ന് ചെക്ക് ചെയ്ത് തരിക. എങ്ങനെയാണ് ഡയമെൻഷൻ പ്രകാരം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കുന്നത്. എത്ര ടേമുകളുണ്ട് ഇതില്? 2 എണ്ണം. ഇടത് ഭാഗത്തൊന്ന്, വലത് ഭാഗത്തൊന്ന്. ഇപ്പൊ ഡയമെൻഷൻ എഴുതുമ്പോ എങ്ങനെയാണ്? ഡയമെൻഷൻ ഓഫ് h ആദ്യം എഴുതും, പിന്നെ ഡയമെൻഷൻ ഓഫ് ഇത് മൊത്തം. സോ ഐ ക്യാൻ റൈറ്റ് ഡയമെൻഷൻ ഓഫ് h. h എന്ന് പറഞ്ഞ ഹൈറ്റ് ആണ്. ഇതില് ഹൈറ്റ് ആയതുകൊണ്ട് ഡയമെൻഷൻ എന്തായി? L ആണ്. അടുത്തത് ഇത് മൊത്തമാണ്. ഡയമെൻഷൻ ഓഫ് v സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. എത്ര ആൾക്ക് ഡയമെൻഷൻ ഉണ്ടോ നോക്കൂട്ടാ. ഇതിൽ v വെലോസിറ്റി ആണ്, തീറ്റ ആംഗിൾ ആണ്, 2 നമ്പർ ആണ്, g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ എനിക്ക് ഓരോരുത്തരായിട്ട് എഴുതാം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ lt raised to minus 1, അതിന് സ്ക്വയർ ഉണ്ട്. അടുത്തത് സൈൻ സ്ക്വയർ തീറ്റ, ഡയമെൻഷൻ ഇല്ല. ഡിവൈഡഡ് ബൈ 2, ഡയമെൻഷനിൽ പരിഗണിക്കാൻ പറ്റില്ല. g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡയമെൻഷൻ lt raised to minus 2. ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് സ്ക്വയർ ചെയ്താൽ l സ്ക്വയർ t raised to minus 2 ഡിവൈഡഡ് ബൈ l t raised to minus 2. t raised to minus 2 ക്യാൻസൽ ചെയ്തു, ഒരു l ക്യാൻസൽ ചെയ്തു, ബാക്കി എന്താ ഉള്ളത്? ഒരു l മാത്രമാണ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് l. നേരെ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ എനിക്ക് എന്താ വരുന്നത്? l is equal to l. ശരിയാണോ തെറ്റാണോ? ഡയമെൻഷൻ ഓഫ് LHS is equal to dimension of RHS. So the equation is dimensionally correct. ഇപ്പൊ ഡയമെൻഷന്റെ ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഒരു ആപ്ലിക്കേഷൻ കുറെ എക്സാമ്പിളുകളിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തു നോക്കുക, ഒന്ന് സ്വയം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നാണ് കരുതുന്നത്. ഓക്കെ, താങ്ക് യു.